ചാണ്ടിയുമ്മൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ തന്നെയായിരിക്കും സാധ്യത എന്ന് തോന്നുന്നു. ഈ അമ്പലപ്പുഴ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ എന്ത് രാഷ്ട്രീയ തീരുമാനം എടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ആളായിരുന്നു ജി സുധാകരൻ. ഒരു കാരണവശാലും ജി സുധാകരൻ അവിടെ ജയിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ജി സുധാകരൻ അവിടെ ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഹരിപ്പാട് ചെന്നിത്തല എല്ലാ കാലത്തും പറയും ഹരിപ്പാട് ചിലപ്പോൾ അവിടെ തിരിച്ചടി കിട്ടിയേക്കും എന്നൊക്കെ. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള മറ്റൊരു ആരോപണം RSSന്റെ വോട്ട് കൊണ്ടാണ് സ്ഥിരമായി ജയിക്കുന്നത് എന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ബിന്ദുകൃഷ്ണയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബിന്ദുകൃഷ്ണ നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരിയാണ്. രാഷ്ട്രീയം പ്രവർത്തിക്കാനല്ല, കളിക്കാൻ അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് തന്നെ കണക്കാക്കണം. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ് കോട്ടയം. നമുക്ക് ഏറ്റുമാനൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത സ്ഥലത്താണ് കോട്ടയമാണ്. കോട്ടയം എന്ന് പറയുന്നത് കോട്ടയം നഗരം ഹൃദയമധ്യമാണ്. അതെ. പക്ഷേ അവിടെ എല്ലാ കാലത്തും UDF മൈൻഡാണ്. UDFന് വലിയ മേൽക്കൈയുള്ള സ്ഥലമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തുടർച്ചയായിട്ട് അവിടുത്തെ MLA. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ പലപ്പോഴായി നടത്തിയെങ്കിൽ പോലും നമുക്കറിയാം ഗജറാഴ്ചയൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയാണ്, പറ്റിയിട്ടില്ല. ഇത്തവണയും തിരുവഞ്ചൂർ തന്നെ അല്ലേ അവിടെ? ഇത്തവണയും തിരുവഞ്ചൂരിന് ഒരു ഭീഷണി ഉയർത്തത്തക്ക രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. ഇത്തവണ ഞാൻ ഒരു സംശയം ചോദിച്ചു. ഇപ്പൊ സുരേഷ് കുറുപ്പിനായിരുന്നു അങ്ങനെ തിരുവഞ്ചൂരിനെതിരെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരു മത്സരം, നല്ലൊരു മത്സരം നടക്കുമായിരുന്നല്ല, ഒരു പക്ഷേ മണ്ഡലം പിടിച്ചെടുക്കാനായിട്ടും കൂടി പറ്റുമായിരുന്നു. കാരണം കോട്ടയം ജില്ലയിലെ തന്നെ CPMന്റെ ഏറ്റവും സൗമ്യ മുഖങ്ങളിലൊന്നാണ് സുരേഷ് കുറുപ്പ് എന്ന് പറയുന്നത്. നല്ലൊരു സംഘാടകനാണ്, മികച്ച ഒരു സാമാജികനാണ്. അതുമാത്രമല്ല, ജനങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം സുരേഷ് കുറുപ്പ് അവിടെ മത്സരിക്കാനായിട്ട് വരികയായിരുന്നുവെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ഈ ചില സിനിമകൾ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം അതിൻ്റെ അകത്തെ കാസ്റ്റിങ്ങിൻ്റെ അകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അത്തരത്തിലുള്ളൊരു മിസ്കാസ്റ്റിംഗ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. നിലവിൽ കോട്ടയം പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അനിൽകുമാർ ചാനൽ ചർച്ചയിൽ തന്നെ പലപ്പോഴും ക്ഷുഭിതരാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സൗമ്യമുഖത്തിന്റെ ഒരു ആളല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഈ ചാനൽ ചർച്ചയിൽ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പാർട്ടിയുടെ നിലപാടുകൾ പറയുമ്പോൾ ഒരിക്കലും അയാൾക്ക് വളരെ ചിരിക്കുന്ന മുഖത്തോടുകൂടിയോ ഒന്നും പറയാനായിട്ട് പറ്റില്ല. അയാൾ ചിലപ്പോൾ പ്രകോപിതനാവും, ചിലപ്പം മറ്റുള്ളവരോട് ഒച്ചയെടുത്ത് സംസാരിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരാളെ ഒരിക്കലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരും. പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ചിരിക്കുക, എനിക്ക് അയാളോട് ചെന്നൊരു പരാതി പറയാൻ പറ്റുമെന്നൊരു ഫീല് ഉണ്ടാകുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. അങ്ങനൊരു വ്യക്തിത്വമായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത്, അങ്ങനെ നോക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് അവിടെ മത്സരിച്ചിരുന്ന റെജി സക്രിയ എന്ന് പറയുന്നത്, അദ്ദേഹം ഭയങ്കര സൗമ്യനായിട്ടുള്ള ഒരാളായിരുന്നു. സൗമ്യമുഖമല്ല ശരിക്കും വേണ്ടത്. ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവുക എന്ന് പറയുന്നത് സൗമ്യമുഖമായത് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത സ്ഥലമായ പുതുപ്പള്ളിയിലേക്ക് പോകാം. പുതുപ്പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീർഘകാലമായി ഉമ്മൻചാണ്ടി സാറ് MLA ആയിരുന്ന സ്ഥലമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ്, ബൈ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് ചാണ്ടിയുമ്മനാണ് മത്സരിക്കുന്നത്. അതൊക്കെ അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ 2.5 വർഷം മുന്നേ നടന്ന ബൈ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചാണ്ടിയുമ്മൻ വിജയിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്തവണ അവിടെ ചാണ്ടി വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് കൂറ്റൻ ബാനറുകളും പോസ്റ്ററുകളും തോരണങ്ങളും ഒക്കെ ഒഴിവാക്കുന്ന, ഇന്നിപ്പോൾ ഈ അദ്ദേഹം പിന്നെ കൊട്ടിക്കലാശം ഒഴിവാക്കുന്നു. അതൊക്കെ ആവേശമുണ്ടാക്കുന്ന പദ്ധതികളാണ്. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി ഇൻഡിവിജ്വലി ആളുകളെ കാണുകയും വോട്ടുറപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു പാറ്റേൺ. ഒരുപക്ഷെ അത് കേരളത്തിൽ സ്വീകാര്യമാവേണ്ട ഒരു പദ്ധതിയാണ്. കാരണം ഒരുപാട് പണം പൊടിച്ചു കളയുന്നതിന് പകരം വളരെ സൗമ്യമായി തന്നെ അദ്ദേഹം സൈക്കിളിൽ യാത്ര ചെയ്ത് ഒരുപാട് ആളുകളെ, എല്ലാ ആളുകൾക്കും സൈക്കിളിൽ യാത്ര ചെയ്ത് വോട്ടർമാരെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും മറ്റൊരു വ്യത്യസ്തമായ, കേരളത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാണ് ചാണ്ടിയുമ്മൻ പയറ്റുന്നത്. ഇപ്പം ചാണ്ടിയുമ്മൻ കഴിഞ്ഞ തവണ പിടിച്ച വോട്ട്, അതായത് ബൈ ഇലക്ഷനിൽ പിടിച്ച വോട്ട് ഇത്തവണ പിടിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന് വിലയിരുത്തുന്നത്? ചാണ്ടിയുമ്മൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ തന്നെയായിരിക്കും സാധ്യത എന്ന് തോന്നുന്നു. ഈ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിച്ച ഏതൊരു കോർപ്പറേറ്റ് ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ പണിയെടുത്താൽ മാത്രം പോരാ, പണിയെടുത്തുവെന്ന് ബോസിനെ ധരിപ്പിക്കുകയും കൂടി വേണം എന്ന് പറയുന്ന പോലെ, ഇവിടെ ഞാൻ ജനകീയനാണ് എന്നുള്ളത് മാത്രമല്ല, ഞാൻ ജനകീയനാണെന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നൊരു വലിയ കാര്യം കൂടി ഉണ്ട്. അപ്പം അവിടെ ചാണ്ടിയുമ്മൻ വിജയിച്ചു. ചാണ്ടിയുമ്മൻ്റെ ഈ തന്ത്രങ്ങൾ അവിടെ അതിന് ഒരു കാരണമായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിച്ചു. ഒരാൾ എൻ്റെ വലിയ ഫ്ലെക്സുകൾ വെക്കണ്ട എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ആൾ കൊള്ളാം എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടാകുന്നു. 2,
പറയാതെ പറയുന്നത് ജനങ്ങൾക്ക് ഞാൻ സുപരിചിതനാണ്, പിന്നെ എന്തിനാണ് എൻ്റെ ഫ്ലെക്സ് വെച്ച് എൻ്റെ മുഖം അവരെ കാണിക്കേണ്ട കാര്യം ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയാതെ കൊണ്ട്. ഒരു തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഒന്നാമത്തിൽ ഈ നമ്മളിപ്പോഴും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 50 വർഷം മുന്നേ ഉള്ള ഒരു ഇലക്ഷൻ പ്രചരണ രീതിയാണ്. അതിലൊന്നും മാറ്റം സംഭവിച്ചില്ല, എല്ലാം ചട്ടപ്പടിയായിട്ട് നടന്നു പോകുന്നു. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ യൂത്തിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്ററിനും അതുപോലത്തെ ചുമരെഴുത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം മൊത്തം ആ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അത് വലിയ സംഭവമാണ്. പക്ഷേ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇത് പരമ്പരാഗതമായി നടത്തിപ്പോകുന്ന പദ്ധതികളൊക്കെ ആയിട്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള സാഹചര്യം. അതിൻ്റെ അകത്തൊരു വലിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ ആയതുകൊണ്ട് എൻ്റെ ഫ്ലെക്സ് വെക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പം ചാണ്ടിയുമ്മനെതിരായിട്ട് മത്സരിക്കുന്ന ആള് ഫ്ലെക്സ് വെച്ചില്ലെങ്കിൽ ആരും അറിയത്തില്ല. അപ്പോൾ ഫ്ലെക്സ് എന്ന് പറയുന്നതും പ്രചാരണ മെറ്റീരിയൽസ് എന്ന് പറയുന്നതും ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. പക്ഷേ ഞാൻ ഒറ്റ ചോദ്യം, ഇപ്പൊ ഈ തുടർച്ചയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം കെ ബി ഗണേഷ് കുമാറിന് അതിന്റെ ആവശ്യമില്ല. പക്ഷേ കെ ബി ഗണേഷ് കുമാർ ഇഷ്ടംപോലെ ബാനറും പോസ്റ്ററും ഒക്കെ വെച്ചിട്ടാണല്ലോ മത്സരിക്കുന്നത്. അതെ, ഈവൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും മുഖ്യമന്ത്രി കേരളത്തില് ഞാൻ ഒറ്റ കാര്യം പറയാം, കേരളത്തിലെ ഇപ്പൊ ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് മുഖ്യമന്ത്രി മാത്രമാണ്. അത്രയും ഫ്ലെക്സ് ബോർഡുകൾ ഉള്ളത് മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മുഖം ഇനി ആർക്കും കാണണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും പരിചിതമായ മുഖമൊക്കെ പിന്നെയും ഒരുപാട് ഫ്ലെക്സ് വെച്ചിട്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ടൊന്നും ആളുകളെ അറിയിക്കേണ്ട കാര്യമില്ല. ഇപ്പം പിണറായി വിജയൻ എന്നുള്ള പേര് മാത്രം മതി. എല്ലാ മലയാളിക്ക്, ചെറിയ കൊച്ചുങ്ങൾക്ക് പോലും പിണറായി വിജയന്റെ മുഖം അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പിണറായിന്റെ മുഖം തന്നെ കാണിച്ചുകൊണ്ട് കണ്ട ഒരു കാര്യമില്ല. ഞാനതിന് വിമർശനാത്മകമായിട്ടല്ല പറയുന്നത്, മറിച്ച് അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ബോർഡുകളൊക്കെ ഉയർത്തിക്കൊണ്ട് ഇലക്ഷൻ നേരിടേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ പാഴ്ചെലവുകൾ ഒഴിവാക്കണമല്ലോ എന്നുള്ളതാണ്. ഒരു ബോർഡല്ല, പലതരത്തിലുള്ള ബോർഡ്, ലൈറ്റ് ബോർഡുകൾ. പണ്ടൊക്കെ ഇലക്ഷന് ഒരു ചുവരെഴുത്ത് ഉണ്ടാകും, ഒരു ഫ്ലെക്സ് മറ്റേ തുണി കൊണ്ട് എഴുതിയ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് മാറി 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 വന്ന് ഇതിപ്പോ എല്ലാം കൂടി മിക്സ് ചെയ്താണ്. ഇപ്പം ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയനെ പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ട്. പോരാത്തതിന് പഴയ മാതൃകകളെല്ലാം എടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ പണച്ചെലവ് ആവശ്യമുണ്ടോ? ഈ പണം എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണല്ലോ, അല്ലാണ്ട് ഇടിച്ചു തള്ളാനുള്ള അല്ലല്ലോ. അതിപ്പോൾ ഇടിച്ചു തള്ളുക ചെയ്യുന്ന പണം എന്ന് പറയുന്ന ഇലക്ഷനിൽ. നമുക്ക് വൈക്കം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, കാരണം വൈക്കത്ത് ഈസി വാക്കോ സ്ഥലമായി മാറിയിരിക്കുന്നു. പക്ഷേ വൈക്കത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു ഇൻസിഡന്റ് ഉണ്ട്. സണ്ണിയം കബിക്കാടായിരുന്നു അവിടെ മത്സരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ മത്സരം നടന്നേനെ. അപ്പം സണ്ണിയം കബിക്കാടിനെ അവസാന ഘട്ടത്തിൽ അവർ സ്ഥാനാർത്ഥിയാക്കാതെ വന്നതോടുകൂടി അവിടെ ഒരു മത്സരം ഇല്ലാതായി ഞാൻ പറഞ്ഞത്. അത് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട ഒരു. അതെ, അത് ഉറപ്പായിട്ടും. അത് അയാൾക്ക് ഒരു ഉറങ്ങിക്കിടന്നവനെ അത് ഒരു നല്ല മാതൃകയല്ല. അത് ഏത് പാർട്ടി നടത്തിയാലും അത് നല്ല മാതൃകയല്ല. പ്രത്യേകിച്ചിട്ടും അത് സണ്ണിയൻ കബിക്കാടിനൊക്കെ മത്സരിപ്പിക്കായിരുന്നു. അവിടെ വേറെ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടായേനെ എന്നല്ല ഞാൻ. അതെ അതെ. അവിടെ ഇപ്പൊ ആലപ്പുഴയിലേക്ക് വരാം. ആലപ്പുഴയിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, അരൂരിൽ നിന്ന് തുടങ്ങാം. അരൂരിൽ ദലീമയാണ് ഇത്തവണ വീണ്ടും മത്സരിക്കുന്നത്. ഒരു ദലീമക്കെതിരെ മത്സരിക്കുന്നത് പഴയ എതിരാളികളാണ്. അപ്പം എതിരാളികൾ മാറിയില്ല, പോരാളിയും മാറിയിട്ടില്ല. പക്ഷേ അരൂരിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അരൂര് എങ്ങനെ ചാഞ്ചാട്ടമുള്ള ഒരു. അതുകൊണ്ട് തന്നെ ദലീമെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ചില വിയോജിപ്പുകളൊക്കെ മുന്നണിയിൽ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് പിന്നെ എല്ലാ MLA മാരും മത്സരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദലീമയും മത്സരിക്കാൻ ആണ്. എന്ത് സംഭവിക്കും അവിടെ? ദലീമ അവിടെ ഒരു വൗ ഫാക്ടർ ഉണ്ടായിരുന്ന ഒരു MLA അല്ല. ഒരു MLA എന്നുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. അതേസമയത്ത് ഈ എതിരെ മത്സരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്നത് 2.5 വർഷക്കാലം MLA ആയിരുന്ന ഒരാളാണ്. 2.5 വർഷക്കാലം ഷാനിമോൾ നടത്തിയിട്ടുള്ള പ്രവർത്തനവും 5 വർഷക്കാലം ദലീമ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഉറപ്പായിട്ട് നടന്നു. അതിൽ ആരാണ് മികച്ചു നിൽക്കുന്നത് എന്നുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പിന്നെ അവിടെ അരൂരിന് വേറൊരു പ്രത്യേകത കൂട്ടുള്ളത്, ജാതി സമവാക്യങ്ങൾ കുറച്ചുകൂടി വർക്കൗട്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണത്. അതും കൂടി വിജയത്തിനെ ബാധിക്കാനായിട്ട്. നമ്മളിപ്പം ഗൗരിയമ്മ മഹാമേരുവായി നിൽക്കുന്ന സമയത്താണ് ആരിഫ് എന്ന ഒരു യുവ നേതാവ് വന്നിട്ട് പരാജയപ്പെടുത്തുന്നത്. അതെ അതെ. യഥാർത്ഥത്തിൽ കേരളം ഏറ്റവും ശ്രദ്ധയോടുകൂടി കണ്ടതാണ് ഗൗരിയമ്മന്റെ പരാജയം എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ ഗൗരിയമ്മയും രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് ഈ ഒരു പരാജയത്തോടുകൂടിയായിരുന്നു.
അതിന് ശേഷമാണ് അവിടെ 2 തവണ വീണ്ടും ആരിഫ് വരുന്നു. പിന്നീട് ആണ് അവിടെ ബൈ ഇലക്ഷൻ വന്നപ്പോൾ അത് നഷ്ടപ്പെടുന്നു. പിന്നീട് ദലീമയുടെ തിരിച്ചു പിടിക്കുന്നു. ഇത്തവണ അത് വീണ്ടും ഷാനിമോൾ ഉസ്മാൻ തിരിച്ചു പിടിച്ചുകൂടാകില്ല ഒരു 60% ചാൻസ് ഷാനിമോൾ ഉസ്മാൻ തന്നെയാണ് ഇപ്പോഴും എന്ന് പറയേണ്ടി വരും. ഇനി ബാക്കി ഇപ്പം പൊതുവെ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഇനി സംസാരിക്കേണ്ട മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത്, മണ്ഡലം എന്ന് പറയുന്നത്, അത് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയം, ഞാനത് മാറ്റി വെച്ചായിരുന്നു. ബേപ്പൂരും അതുപോലെ തന്നെ അമ്പലപ്പുഴ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞു പോകാം. ഏതായാലും അമ്പലപ്പുഴയിൽ കടുത്ത മത്സരമാണ്. കടുത്ത മത്സരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു കാലത്ത് അമ്പലപ്പുഴയുടെ എല്ലാമായിരുന്നു. ഈ അമ്പലപ്പുഴ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ എന്ത് രാഷ്ട്രീയ തീരുമാനം എടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ആളായിരുന്നു ജി സുധാകരൻ. അദ്ദേഹം MLA യും പലതവണ MLA ആവുന്നു, 2 തവണ മന്ത്രിയൊക്കെ ആളാണ്. പക്ഷെ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ട്, UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കൈപ്പറ്റിച്ചിരുന്നത് നല്ല മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് കോൺഗ്രസ്സുകാരെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അവിടെ വാശിയേറെ മത്സരം നടക്കുന്നു. ഇപ്പൊ ഈ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം ഈ സുജാതയ്ക്കെതിരെയൊക്കെ മുല്ലപ്പൂവൊക്കെ ചൂടി നായർ വീടുകളിൽ മാത്രം സന്ദർശനം നടത്തുന്നൊക്കെ പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചെറ്റ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു സംഭവമുണ്ട്. തുടർന്നും അവിടെ ഒരു നിരവധി വിവാദങ്ങളുണ്ട്. ഇന്നത്തെ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി SDPI CPM ആയിട്ട് ചർച്ച നടത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ നീക്കം നടത്തുന്നു എന്നൊക്കെയാണ്. അപ്പം ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ രീതികളും ആരോപണം പ്രത്യാരോപണമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ എന്നുള്ളത്. എന്ത് സംഭവിക്കും അമ്പലപ്പുഴയിൽ? ജി സുധാകരൻ ജയിക്കുമോ അതോ? നമ്മൾ ഈ ചില വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ചില ബിംബങ്ങൾ. പക്ഷേ CPM അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ജി സുധാകരൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്, അവിടെ നിന്ന് വേണം നമ്മളിത് തുടങ്ങാനായിട്ട്. ജി സുധാകരൻ പറഞ്ഞതും അവിടെ ഇരുന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ മാധ്യമപ്രവർത്തകരെയും പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ് പുള്ളി പഠിപ്പിച്ചു കൊടുത്തത്. ഞാനിതെല്ലാം ക്ലാസ് എടുത്തിരുന്ന ആളാണ് എന്നാണ് പറഞ്ഞത്. ഞാനിതെല്ലാം ഇവിടെയുള്ള ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് എൻ്റെ ക്ലാസ്സിലിരിക്കാത്ത ഒരാൾ കൂടെ പാർട്ടിയുടെ നേതൃനിരയിലില്ല എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ആശയം പഠിപ്പിച്ചു കൊടുത്ത് ഒരു സമൂഹത്തിനെ മുമ്പോട്ട് നയിച്ചയാൾക്ക് ആ ആശയത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ ആശയത്തിനെ എതിർക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ചെന്ന് നിൽക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട്. അതൊരു നിലപാടിൻ്റെ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ജി സുധാകരനെ പോലെയുള്ള ഒരാൾക്ക് പറ്റില്ല. അതൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. അത് ഒരു രക്തസാക്ഷി കുടുംബത്തിലെ ഒരംഗം കൂടിയാണ് അദ്ദേഹം. അതിന് കാരണക്കാരായവരുടെ കൂട്ടത്തിൽ വന്ന് നിൽക്കുകയും അതിനു മുമ്പ് വരെ KSUക്കാരാണ് കൊന്നത് എന്ന് പറഞ്ഞു കൊടുത്തതെന്ന് ഇപ്പോൾ അത് മാറ്റി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കുറച്ച് നായർ പ്രമാണിമാർ കൊന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ പുള്ളി മാറ്റി പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഒരു കാരണവശാലും ജി സുധാകരൻ അവിടെ ജയിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ജി സുധാകരൻ അവിടെ ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം അടുത്ത് പറയേണ്ടത് ഇപ്പോൾ പ്രതിഭാഹരി മത്സരിക്കുന്നു. പ്രതിഭാഹരി ഇത് 3ാം തവണയാണ് ഈ ജനവിധി തേടുന്നത്. പ്രതിഭാഹരിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായി. പ്രതിഭാഹരിയെ ഒരു മുസ്ലിം ലീഗ് നേതാവ് സൗന്ദര്യം വെച്ചാണ് മത്സരിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില അവഹേളിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്ഥാനങ്ങൾ നടത്തി. ഈ എന്താണ് പ്രതിഭാഹരിയുടെ ഈ പ്രതിഭ മത്സരിക്കുന്ന കായംകുളം മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ തവണ പ്രതിഭയ്ക്ക് നല്ലൊരു ശക്തമായിട്ടുള്ളൊരു മത്സരം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അരിത ബാബു അവിടെ മത്സരിക്കാനായിട്ട് വരികയും മത്സരം എന്ന് പറയുന്ന ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ PR വളർന്നു പോകുന്നൊരു സാധനമാണ്. അവിടെ പ്രിയങ്ക ഗാന്ധി വീട്ടിൽ ചെല്ലുന്നു, പാല് കൊടുക്കുന്നു. ഇതെല്ലാം എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയും കായംകുളവും തമ്മിലുള്ളൊരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലപ്പുഴയിൽ ശരിക്കും മത്സരിക്കേണ്ടിയിരുന്ന ലിജു ആണ് ബലിയാടായി നേരെ കായംകുളത്തേക്ക് വരേണ്ടി വന്നത്. എന്തുകൊണ്ടാണ്? ഇന്നലെ വരെ കോൺഗ്രസിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ജി സുധാകരൻ CPM ഒരു ചീത്തവാക്ക് പറഞ്ഞപ്പോഴേ പോയി തോളെ കയ്യിടുന്ന ഒരവസ്ഥ വന്നതുകൊണ്ട് ലിജുവിനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്പലപ്പുഴയിൽ ഇത്തവണ ലിജു ആവുകയും ജി സുധാകരൻ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസിന് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു അവസരങ്ങളുടെ കൃത്യസമയത്തുള്ള ഉപയോഗം കൂടിയാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു പോകാം. നമ്മുടെ പയ്യന്നൂരിൽ
മത്സരിക്കാനായിട്ട് CPM-ൽ നിന്നും വിമതനായിട്ട് വരുന്ന ഒരാൾക്ക് അപ്പോൾ തന്നെ RSPയുടെ ഷിബു ബേബി ജോൺ പുള്ളിയെ നേരിട്ട് പോയി കാണുകയും പുള്ളിക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതൊരു മികച്ച രാഷ്ട്രീയ നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞികൃഷ്ണൻ അവിടെ UDF-ന്റെ പിന്തുണയുള്ള RSPയുടെ പിന്തുണയുള്ളതെന്ന് തന്നെ പറയാം. കാരണം അതൊരു മികച്ച രാഷ്ട്രീയ നീക്കമായിരുന്നു എന്ന് പറയാൻ കാരണം അതിന് ബേബി ജോൺ പറഞ്ഞ ഒരു കാരണമുണ്ട്. ഇടതുപക്ഷം ഇല്ലാണ്ടായി പോകാൻ പാടില്ല. അപ്പം CPM-ൽ മൂല്യച്യുതി സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ അയാൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷം എന്നുള്ള നിലയിൽ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി അത് ചെയ്തത്. അത് പുള്ളി രാഷ്ട്രീയക്കാരനായി പറഞ്ഞതാണോ ഇനി ആത്മാർത്ഥമായി പറഞ്ഞതാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എങ്കിൽ പോലും അവിടെ ആക്ട് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റി എന്നുള്ളതാണ്. അതേ കാര്യമാണ് അമ്പലപ്പുഴയിൽ ചെയ്യാതിരുന്നത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ചു. ജി സുധാകരൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ UDF-ന്റെ പിന്തുണ തേടിയിട്ടില്ല, പിന്നെ എന്തിനാണ് UDF അങ്ങോട്ട് കൊണ്ടുവന്ന് പിന്തുണ കൊടുക്കുന്നത്? അവിടെ ലിജുവിനെ പോലത്തെ ആളെ മത്സരിപ്പിച്ച് ഈ CPM-ന്റെ അനൈക്യവും എല്ലാം വരുന്ന വോട്ടുകൾ ജി സുധാകരൻ പിടിച്ചിരുന്നെങ്കിൽ ലിജു കൃത്യമായിട്ട് ജയിക്കുമായിരുന്നു. ഇവിടെ ഏറ്റവും അവസാനം ഇലക്ഷൻ ഡിക്ലറേഷൻ വന്ന് ഏറ്റവും അവസാനം പേര് വരുന്ന ആളാണ് ലിജു ആ മണ്ഡലത്തിൽ. അത് എല്ലാ തവണയും ലിജുവിൻ്റെ ഒരു ഭാഗ്യക്കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ തവണയും ലിജുവിൻ്റെ പേരാണ് ഏറ്റവും അവസാനം വരുന്ന ആ മണ്ഡലത്തിൽ ചെല്ലുന്നത്. പക്ഷേ ലിജു മത്സരിക്കാൻ ചെന്നപ്പോഴുള്ള ഒരവസ്ഥയല്ല ഇപ്പോൾ ആ മണ്ഡലത്തിൽ ഉള്ളത്. ഒരു നല്ല മത്സരം കാഴ്ചവെക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇലക്ഷൻ സമയമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രതിഭയ്ക്കെതിരായിട്ടുണ്ടായ പരാമർശത്തിനെക്കുറിച്ച് അവർ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുകയും അതിനെതിരായിട്ട് നടപടിയെടുക്കുകയും ചെയ്തു എന്നുള്ളത്. അത് പറയാൻ പാടില്ലാത്തതാണ്. എങ്കിൽ പോലും അവിടെ ആക്ട് ചെയ്യാനായിട്ട് സംഭവിച്ചതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. സംഭവിച്ചതിനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയെന്ന് പറയുന്നത് ഒരു മൈലേജ് അവിടെ അവർക്ക്. ഈ ജി സുധാകരൻ്റെ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായ മറ്റൊരു മന്ത്രിയാണ്, അല്ലെങ്കിൽ CPI-കാരനാണെങ്കിൽ പോലും മന്ത്രിയായിരിക്കുന്ന ഈ നമ്മുടെ ചേർത്തലയിലെ സ്ഥാനാർത്ഥി കൂടിയായ പി. പ്രസാദിനോട് അദ്ദേഹം പറഞ്ഞില്ല, എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട, തന്നെ തോൽപ്പിക്കലാണ് എൻ്റെ ഒരു വേറെ ലക്ഷ്യം. പ്രസാദിന് എന്തെങ്കിലും തരത്തിൽ തട്ടുകേട് കിട്ടുമോ? പ്രസാദിനൊരു തട്ടുകേട് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയില്ല. കാരണം മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് പ്രസാദ് എന്ന് പറയുന്നത്. ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ശോഭിച്ചില്ല. മന്ത്രി എന്നുള്ള അതിപ്പം മന്ത്രി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ശോഭിക്കാനായിട്ട് പറ്റണം എന്നില്ല. ചിലപ്പം ചില സാധനം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ മറ്റേ കായിക മന്ത്രി, ഇപ്രാവശ്യത്തെ നമ്മുടെ കായിക മന്ത്രി മെസ്സിയെ പേടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന പോലെ ചില കാര്യങ്ങൾ ഇതായിട്ട് വരും. കൃത്യമായിട്ടുള്ള ഒരു സാധനം ആക്ട് ചെയ്താൽ മാത്രമാണ് ഈ ചെയ്തു എന്നുള്ളത് ആൾക്കാരെ അറിയിക്കാനായിട്ടും കൂടിയുള്ളൊരു ശ്രമം നടത്തുകയും കൂടി വേണം. അതിൽ പി. പ്രസാദ് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ ആള് വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ദീർഘകാലമായി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറവൂര് പോലെ തന്നെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് ഹരിപ്പാട്. ചെന്നിത്തല എല്ലാ കാലത്തും പറയും ഹരിപ്പാട് ചിലപ്പോൾ അവിടെ തിരിച്ചടി കിട്ടിയേക്കും എന്നൊക്കെ. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള മറ്റൊരു ആരോപണം RSS-ന്റെ വോട്ട് കൊണ്ടാണ് സ്ഥിരമായി ജയിക്കുന്നതെന്നുണ്ടായിരുന്നു. ഇത്തവണ BJP വളരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അവിടെ കഠിനമായ ത്രികോണ മത്സരം തന്നെ വേണം പറയാവുന്ന രീതിയിലൊരു മത്സരം നടക്കുന്ന സ്ഥലം കൂടിയാണ് ആലപ്പുഴയിലെ ഹരിപ്പാട്. എന്താവും രമേശ് ചെന്നിത്തല? വളരെ ഷോർട്ടായി പറയാം നമുക്ക്. ഈ കേരളത്തിൽ LDF-ന് കണ്ണൂർ മേഖലയിലുള്ള കുറേ ഉറച്ച കോട്ടകൾ ഒഴിച്ചിട്ട് വേറെ 1-2 കോട്ടകൾ, ഇപ്പം പുതുപ്പള്ളി പോലുള്ള ചില സ്ഥലങ്ങളല്ലാതെ കോൺഗ്രസിനോ LDF-നോ ഉറച്ച കോട്ട എന്ന് പറയാനായിട്ടുള്ള സംഭവങ്ങളൊന്നും എന്തും സംഭവിക്കാവുന്ന സ്ഥലങ്ങളാണ്. ചിലപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി കൊണ്ട് ജയിച്ചു പോകുന്ന ഒരു യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ജയിച്ചു പോകുന്ന. അതെ. മാത്രമല്ല ഹരിപ്പാട് എന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒറ്റപ്പെട്ട് മീൻസ് രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. ബാക്കി ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളും LDF ഭരിക്കുമ്പോൾ ഹരിപ്പാട് മാത്രമാണ് ഈ കൈപ്പത്തി ഉയർന്നു വരാറെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറിയാനായിട്ടുള്ളൊരവസ്ഥയും ഒരു തരംഗമൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ അടിച്ചു പോകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ നേരത്തെ ഷിബു ബേബി ജോണിനെ കുറിച്ച് പറഞ്ഞു. ചവറയിൽ അദ്ദേഹം മത്സരിക്കുന്നു വീണ്ടും. അത് സുജിത് വിജയൻപിള്ളയോടാണ് മത്സരിക്കുന്നത്. അവിടെ കഴിഞ്ഞ 2 ടേമിൽ ഇദ്ദേഹം തോറ്റു. 2 ടേം തോൽക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് ഒരു ചെറിയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണത്. കാരണം പാർട്ടി തന്നെ ഇല്ലാതായിപ്പോകും. കാരണം MLA ഇല്ല. ഒരു MP-യുടെ പിൻബലത്തിലാണ് RSP ഇപ്പം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഷിബു ബേബി ജോണിൻ്റെ വിജയം അവർക്ക് അനിവാര്യമാണ്.
ചവറയിൽ എന്ത് സംഭവിക്കും? ഈ സുജിത് വിജയൻപിള്ള എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ അച്ഛൻ രാഷ്ട്രീയത്തിന്റെ ഒരു പിന്മുറക്കാരനാണ്, അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നില്ല. CPM-ൽ സംഭവിച്ച തലമുറ കൈമാറ്റം അല്ലെങ്കിൽ പിന്മുറയ്ക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നത് സുജിത് വിജയൻപിള്ളയിലൂടെയാണ് എന്നാണ് തോന്നുന്നത്. അവിടെ 2 ഏരിയ ആയിട്ടാണ് നമുക്കതിനെ തിരിക്കേണ്ടത്. കരുനാഗപ്പള്ളി തൊട്ട് ചവറ വരെയുള്ളൊരു മേഖലയും ചവറ തൊട്ട് കൊല്ലം വരെയുള്ളൊരു മേഖലയും. ഇതിൽ ആദ്യത്തെ മേഖലയിൽ സുജിത് വിജയൻപിള്ളയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വേവ് ഉണ്ട്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ ഷിബു ബേബി ജോണിന് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനമാണ് വരുന്നത്. അപ്പം വികസനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതെല്ലാം വന്നിരിക്കുന്ന അവസാന ഘട്ടത്തിലാണ്. അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്ന് ഉദ്ഘാടനങ്ങൾ നടത്തിപ്പോവുക. കേരളത്തിൽ ഇത്തവണത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ പണിയും പൂർത്തീകരിച്ചിട്ടാണ് ഉദ്ഘാടനങ്ങൾ നടത്തി അത് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ട് പൂട്ടിയിടേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ ആരോപണങ്ങളായിരിക്കാം, പുള്ളി ഒരു വ്യവസായി ആയതുകൊണ്ടായിരിക്കാം സുജിത് വിജയൻപിള്ളയ്ക്ക് എതിരായിട്ട് അവിടെ ഒരു ബിവറേജസ് സ്ഥാപിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറിയാണ്, മദ്യവ്യവസായി ആയതുകൊണ്ട് അകത്തേക്ക് കയറിയാണ് ബിവറേജസ്. അവിടെ നിന്ന് പെട്ടെന്ന് പോയി ഒരു ആക്സസിബിൾ ആകരുത് എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നു. അതേസമയം ടൗണിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാർ പ്രവർത്തിക്കുന്നു. ഹോസ്പിറ്റല്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രവർത്തിപ്പിക്കാതിരിക്കുക, തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുക. നേഴ്സിംഗ് കോളേജ് പോകുമെന്ന് പറയുമ്പോൾ ഉടനെ പുള്ളിയുടെ തൻ്റെ കെട്ടിടത്തിൽ അത് പ്രവർത്തിപ്പിക്കുക. നമുക്ക് ഷോർട്ട് ചെയ്യാം. കാരണം ഈ മണ്ഡലം RSP തിരിച്ചു പിടിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. RSP തിരിച്ചു പിടിക്കാനായിട്ടാണ് സാധ്യത. കാരണം അവിടെ ഉള്ള ഒരു ഏറ്റവും വലിയ ഒരു പ്രശ്നം CPIM-ന്റെ സ്ഥാനാർത്ഥി ആയിട്ടല്ല അവിടെ സുജിത് വിജയൻപിള്ള മത്സരിക്കുന്നത്. അങ്ങനെ നമുക്ക് കൊല്ലം ജില്ലയിലെ മറ്റേ CR മഹേഷാണ് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധേയമായ വിജയം എന്നല്ല, ഞെട്ടിച്ച വിജയം. കാരണം ഇത്രയും വലിയ തരംഗം ഉണ്ടായപ്പോഴും CR മഹേഷ് അവിടെ 29,000 വോട്ടിലാണ് ജയിച്ചു വന്നത്. അദ്ദേഹം വലിയ രീതിയിൽ ആ മണ്ഡലത്തിൽ വലിയ സ്വാധീന ശക്തിയായി മാറുന്നു. ഇത്തവണ CR മഹേഷ് കുറച്ചും കൂടി ഈസിയായി ജയിക്കാനല്ലേ സാധ്യത? CR മഹേഷ് ഈസിയായിട്ട് ജയിക്കാനായിട്ടാണ് സാധ്യത എന്ന് മാത്രവുമല്ല, അവിടെ CPI ആണ് സ്ഥാനാർത്ഥി, CPIയുടെ സ്ഥാനാർത്ഥിയാണ്. CPIയുടെ സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് വളരെ പുറകിലായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, LDFൻ്റെ ചില നോട്ടീസുകൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ കോളേജ് യൂണിയൻ ഇലക്ഷൻ സമയത്ത് ഇറക്കുന്ന നോട്ടീസിൻ്റെ നിലവാരം മാത്രമാണ് ഉണ്ടായത്. MLA-യുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ചെണ്ട കൂട്ടി നടക്കുന്നു, നാടകം കളിച്ച് നടക്കുന്നു, മരണ വീട്ടിൽ പോകുന്നു, കല്യാണത്തിന് പോകുന്നു, ഇതൊക്കെ നോട്ടീസ് അടിച്ചിറക്കിയിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടിയാണ്. അതിനെപ്പോലും വിമർശിക്കുന്ന രീതിയിലേക്കാണ് അവിടെ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, അവിടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ അവിടെ കുറേ അധികം വോട്ടുകൾ പിടിക്കാനായിട്ടും ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വരും എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ BJP അതിവിടെ കണ്ടമാനം പണം ചെലവഴിക്കുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എന്നോട് നമുക്ക് ഈ പെട്ടെന്ന് നമുക്ക് 2 സ്ഥലം കൂടി പോകേണ്ടതുണ്ട്. കുണ്ടറയാണൊന്ന്, ഏറ്റവും ശക്തമായി മത്സരം നടക്കുന്ന കുണ്ടറ, അതുപോലെ തന്നെ കൊല്ലം, ഇരവിപുരം. ഇവിടെയൊക്കെ ഈ പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവിടെ കുണ്ടറ PC വിഷ്ണുനാഥ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ്. കാരണം കൊല്ലത്ത് സംഭവിക്കും. കൊല്ലം വളരെ പ്രതീക്ഷയോടെ നോക്കുന്നത്. കാരണം കോൺഗ്രസിന് ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികളില്ല. അപ്പോൾ കൊല്ലം ബിന്ദുകൃഷ്ണൻ 2ാം തവണയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി, മുകേഷോട് തോറ്റുപോയി. ഈ മുകേഷ് വിവാദങ്ങൾ ഒരു വലിയ ഫാക്ടർ ആവുമോ? അവിടെ ഒരു വലിയ കാര്യമുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിന്ദുകൃഷ്ണ തോറ്റതാണെങ്കിൽ പോലും ആൾക്കാർക്ക് ഫേസ് വാല്യൂ ഉണ്ട്. ആ ഫേസ് വാല്യൂ ചിലപ്പോൾ വോട്ടായിട്ട് മാറാനായിട്ടുള്ളൊരു സാധ്യത കൊല്ലത്ത് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പം നല്ല ശക്തമായിട്ട് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ കുണ്ടറയൊന്നും മത്സരമേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കരുനാഗപ്പള്ളി മത്സരമില്ല. പക്ഷേ കൊല്ലത്ത് നല്ല ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു ഇതാണ്. അതുമാത്രമല്ല, ബിന്ദുകൃഷ്ണയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബിന്ദുകൃഷ്ണ നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരിയാണ്. രാഷ്ട്രീയം പ്രവർത്തിക്കാനല്ല, കളിക്കാനറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് തന്നെ കണക്കാക്കണം. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്നൊരു സ്ഥലമാണ്. കേരളത്തിൽ കുറേ CPI വിമതർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ 3 തവണ CPM-ന്റെ MLA ആയിരുന്ന ആയിഷ പോറ്റി ഇത്തവണ മത്സരിക്കുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അവർ
നേരത്തെ തന്നെ കോൺഗ്രസിൽ പ്രവേശിച്ചാണ്, അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് 2 ദിവസം മുന്നേ സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ല. അവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. അവരോട് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ തന്നെ സിറ്റിംഗ് MLA യും മന്ത്രിയൊക്കെ ആയ ബാലഗോപാലാണ്. എന്ത് സംഭവിക്കും കൊട്ടാരക്കരയിൽ? ഞാനൊരു കാര്യം രാജേഷിൻ്റെ അടുത്ത് ചോദിക്കട്ടെ. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടോ അല്ലെ രാജേഷിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ആ പ്രസ്ഥാനം ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 തവണ MLA, 5 തവണ, അതായത് 20 വർഷം അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ഇനി എനിക്ക് അധികാര സ്ഥാനത്തിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളെ അവരുടെ ഇന്റൻഷൻ ശരിയല്ല എന്ന് എനിക്ക്. പക്ഷേ ഞാൻ പൊളിറ്റിക്കലി അല്ല ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അവര് ശരിക്കും അവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബാലകൃഷ്ണപിള്ള എന്ന മഹാമേരുവിന്റെ വലിയ തട്ടകമായിരുന്നു ഈ കൊട്ടാരക്കര. അതാ തകർക്കുന്നത്. കൊട്ടാരക്കരയില് അട്ടിമറി വിജയം നേടിയിട്ടാണ് ഐഷ പോറ്റി അവിടെ CPM അനുകൂലമായിട്ട് ഈ കൊട്ടാരക്കരയെ മാറ്റിയെടുക്കുന്നത്. പിന്നീട് അവർ നടത്തിയ 3 തവണ തുടർച്ചയായി MLA ആകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ചിട്ട് UDF വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പ്രദേശം. അതിനൊരു UDF സ്വഭാവം മാറ്റി LDF സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന ഐഷ പോറ്റിയെ അങ്ങനെ ചെറുതായി കാണാൻ പറ്റുമോ നമുക്ക്? അല്ല, അതിൻ്റെ അകത്ത് നമ്മളതിൻ്റെ ചരിത്രത്തിലേക്കും കൂടി പോകണം. ബാലകൃഷ്ണപിള്ള അവിടെ മത്സരിച്ച് തോക്കാനായിട്ട് കാരണം ഐഷ പോറ്റി മാത്രമല്ല, VS അച്യുതാനന്ദൻ്റെ ഒരു ഇടപെടലും കൂടിയുണ്ട്. ഇടമലയാർ കേസിൻ്റെ അകത്ത് വന്നിട്ടുള്ള കേരളത്തിൽ എനിക്ക് തോന്നുന്ന ശിക്ഷിക്കപ്പെട്ട ഏക രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി അവിടെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ പരാജയത്തിനെ എന്ന് വേണം മനസ്സിലാക്കുക. ഒരു തവണ ജയിച്ചു വന്നു, മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് സാധിച്ചത് കൊണ്ടാണ് അടുത്ത തവണ ജയിച്ചത്. അപ്പം അവിടെ മണ്ഡലത്തിൽ ഞാൻ ചോദിക്കുന്നത് ആ വ്യക്തിക്ക് എന്തെങ്കിലും കൂടുതൽ അവിടെ സ്വീകാര്യതയുണ്ടോ എന്നുള്ളതാണ്. വ്യക്തിക്ക് സ്വീകാര്യത ഉണ്ടായിരിക്കാം, പക്ഷേ അത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ കിട്ടിയ സ്വീകാര്യതയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട്. ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുണ്ടോ? അട്ടിമറി വിജയത്തിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്, വളരെ കുറവായിട്ടാണ്. പത്തനാപുരത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തുടർച്ചയായിട്ട് ഒരു സ്ഥാനാർത്ഥി തുടർച്ചയായിട്ടുള്ള വിജയം, അതും 2 മുന്നണിയിൽ നിന്നും അദ്ദേഹം വിജയിക്കുന്നു. ബാലകൃഷ്ണപിള്ളൻ്റെ പിൻഗാമിയായിട്ട് വന്ന് ആദ്യഘട്ടത്തിൽ UDFന്റെ ഭാഗമായി മത്സരിക്കുന്നു. UDFന്റെ മിനിസ്ട്രിയിലെ ഒക്കെ UDF 2 തവണ മിനിസ്ട്രിയിൽ വന്നു. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു. പിന്നീട് UDF തന്നെ അദ്ദേഹം പുറത്തു പോകുന്നു, LDF എത്തുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രി ആയിരുന്നില്ല, ഇത്തവണ 2 വർഷക്കാലം മന്ത്രിയായി എന്ന് മാത്രമല്ല അദ്ദേഹം ഈ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിൽ വളരെ ശ്രദ്ധേയമായ കുറെ തീരുമാനങ്ങൾ എടുക്കുകയും KSRTC പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിനെതിരെ കഠിനമായ മത്സരം നടക്കുന്നത് അവിടെ. പത്തനാപുരത്ത് മത്സരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചാമക്കാലിനായിരുന്നെങ്കിൽ പോലും ശക്തമായ മത്സരം ഇത്തവണ നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടി ഫാക്ടറൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ഈ പ്രചരണ ആയുധമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 2 രീതിയിൽ നമ്മളിതിനെ നോക്കിക്കാണണം. ഒന്ന്, ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഫാക്ടറും കോൺഗ്രസിൻ്റെ അനുകൂലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. നമ്മൾ കോട്ടയത്ത് അനിൽകുമാറിനെ കുറിച്ച് പറഞ്ഞ അതേ അവസ്ഥയാണ് ചാനൽ ചർച്ചയിൽ വന്നിട്ട് നശിച്ചുപോയ ഒരാളാണ്. ഒരു നമുക്ക് അപ്രോച്ചബിൾ അല്ല എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കുന്ന ഒരാളാണ്. അതെ 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 അതൊക്കെ ക്ലാസിക് സാധനങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോയി മണ്ണിട്ട് മൂടാനായിട്ട് നിർത്തിയിരുന്ന ഒരു സാധനത്തിനെയാണ് ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാ മാസവും അറ്റ്ലീസ്റ്റ് ശമ്പളം കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് പുള്ളിയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കപ്പാസിറ്റി തന്നെയാണ്. പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ ശരിയല്ല എന്ന് തന്നെ പറയുമ്പോഴും ഗണേഷ് കുമാറിനെ പോലൊരാൾ അവിടെ നിന്ന് ജയിച്ചു വരണം എന്ന് തന്നെയാണ്. ഇപ്പൊ ഈ ചാത്തന്നൂരിൽ മറ്റൊരു മന്ത്രിയാണ് മത്സരിക്കുന്നത്. ഇരുവരും നമ്മൾ പോട്ടെ, വിട്ടല്ലേ 2ാം തവണയാണ് ചിഞ്ചുറാണി മത്സരിക്കുന്നത്, മന്ത്രിയായിട്ടാണ് മത്സരിക്കുന്നത്. ചടയമംഗലത്ത് ഒരു ശ്രദ്ധേയ ഒരു മന്ത്രി ആയിരുന്നില്ല.
ചിഞ്ചുറാണി എന്തിനാണ് മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച പോലും വന്നു, പാർട്ടിക്കുള്ളിലും ചർച്ച വന്ന് മുന്നണിയിലേക്ക് ചേർന്നു. പക്ഷേ അത് വീണ്ടും മത്സരിക്കുന്നു. ഇപ്പോൾ ചടയമംഗലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPIന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ വലിയ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, തിരിച്ചടിയൊന്നും സംഭവിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈ ചാത്തന്നൂരെ അവസ്ഥ എന്താണ്? ഈ ചിഞ്ചുറാണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനോട് ചേർത്തൊരു കാര്യം കൂടി അങ്ങ് പറഞ്ഞു പോവാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പം പി പ്രസാദിന് മന്ത്രി എന്നുള്ള നിലയിൽ ശോഭിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് പി പ്രസാദിന് മാത്രം ഒരു പ്രശ്നമല്ല, അല്ല, ഈ CPIയുടെ മുഴുവൻ മന്ത്രിമാർക്കുള്ള എല്ലാവരല്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ നന്നായി ഷൈൻ ചെയ്ത മന്ത്രിയുണ്ട്, കെ രാജൻ. ശരിക്കും കെ രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയനാട്ടിലൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ശരിക്കും അയാളുടെ സിഗ്നേച്ചർ അവിടെ ഇട്ട് തന്നെയാണ് ആ സംഭവം പോയിരിക്കുന്നത്. അപ്പം അത് ചില ആൾക്കാരുടെ ഭാഗത്ത് അവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചൂഴ്ന്ന് നോക്കി മനസ്സിലാക്കിയെടുക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇവരുടെ വകുപ്പും ശരിക്കും പൗൾട്രി ഫാമും മൃഗസംരക്ഷണ വകുപ്പ് എന്നൊക്കെ പറയുന്നതൊന്നും അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോഷി അഗസ്റ്റിൻ പെർഫോം ചെയ്യുന്നില്ലേ? അല്ല, റോഷി അഗസ്റ്റിന്റെ വകുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശ്രദ്ധേയ വകുപ്പാണ്. കാരണം ജലസേന വകുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശ്രദ്ധേയ വകുപ്പാണ്. ഇപ്പോൾ വകുപ്പില്ലാ മന്ത്രിമാരായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഈ ചിഞ്ചുറാണിയൊക്കെ.